ഞാൻ ഒരുപാട് ഈ സുന്നികളെ പരിപാടിയിൽ പങ്കെടുത്തതിനേക്കാളും കൂടുതൽ പങ്കെടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിലും അവരുടെ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ക്ലാസ്സുകളിലൊക്കെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ ചോദ്യം ചോദിക്കാറുണ്ട്. ഇതുമാതിരി അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ സുന്നിയായത്. ഞാൻ അത് ഈ അവസരം തരികയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ മറുപടിക്ക് മുന്നേ ഒരു 5 മിനിറ്റ് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാനത് പറയാം. പറഞ്ഞൂടെ? അതായത് പറയാം, പക്ഷെ ഏത് സമയത്തും വഹാബികൾ വന്ന മൈക്ക കൊടുക്കണം. തീർച്ചയായും കൊടുക്കും. സഹോദരന്മാരെ, ഞാൻ ഒരു സുന്നി കുടുംബത്തിൽ ജനിച്ച ആളാണ്. ചോലയിൽ ഉമ്മർ. ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയണമെങ്കിൽ പള്ളിയും താത്താന്റെ ഉമ്മർ എന്ന് പറയണം. അപ്പൊ അറിയും. അദ്ദേഹത്തിന്റെ മകനായി ജനിച്ച ആളാണ്. സുന്നിയാണ്, സുന്നി തറവാടാണ്. വേറെയും എനിക്ക് സഹോദരങ്ങളുണ്ട്. അതിൽ ഞാനും എന്റെ അനുജൻ, എന്റെ അത്ര ഒരു മുജാഹിസം പോരാന്, എന്നാലും അവിടെ പള്ളിയിനോട് കൂടുതൽ ബന്ധപ്പെടുന്ന ആളാണ്. പിന്നെ ഞാൻ എടവണ്ണ യത്തീങ്ങാനയിൽ പഠിച്ച ഒരാളാണ്. അതിന് അവരോട് വളരെയധികം നന്ദിയുണ്ട്, ആദരവുണ്ട്. അള്ളാഹു തആല അവർ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തിന് അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. അവരെ ചോറ് നിന്ന് കണ്ട് തന്നെ അവരെ വിമർശിക്കാന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. ഓർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. ആയിക്കോട്ടെ, എന്നാ അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടുന്ന് യത്തീങ്ങാനയിൽ പഠിച്ച് കുറെ കാലം അവിടെ നിന്ന് 4-5 കൊല്ലം പഠിച്ച് ഇവിടെ മമ്പാട് വന്ന് സാധാരണക്കാരനായി ജീവിച്ച് തൊഴിൽ ചെയ്ത് അങ്ങനെ അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവരുടെ കുത്തബകൾ പ്രഭാഷണങ്ങൾ കേട്ട് അവർ ഇന്ന് വരെ പ്രസംഗിച്ച പ്രഭാഷണങ്ങളിൽ പറയുന്നത് ഇവിടെ യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്നവർ അവർ മാത്രമാണ്. യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഈ കേരളക്കരയിൽ മുജാഹിദുകളുള്ളൂ. വേറെ ആരും അത് പറയുന്നില്ല. ഇവിടുത്തെ സുന്നികൾ പറയുന്നത് എന്താണ്? അവര് അള്ളാനും വിളിക്കും, മേദി സൈക്കിനും വിളിക്കും, മമ്പർത്തങ്ങളെയും വിളിച്ചും കബറിങ്ങ ചെന്ന് സഹായം ചോർത്തും. ഇത് സിർക്കാണ്. യഥാർത്ഥ അള്ളാഹ് നിങ്ങൾക്ക് വിളിച്ചാ പോരെ? അള്ളാഹ് എത്ര അടുത്തുണ്ട്? നിങ്ങളെ കണ്ടനാടിക്കിന്റെ അത്ര അടുത്ത് അള്ളുണ്ട്. പിന്നെ എന്തിനാ മേദി സൈക്ക്? അള്ള പോരെ? സത്യാണ്. ഏതൊരാളും പറയും അള്ള മതി. അള്ള അത്ര അടുത്തുണ്ട്. പിന്നെ അള്ളാനെക്കാട്ടും വലിയ വേറെ അള്ളാന്റെ സൃഷ്ടിണ്ടോ? അല്ലല്ലോ. ആ നിലക്ക് ശരി തന്നെയാണ് വിശ്വസിച്ച് അങ്ങനെ മെല്ലെ 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 ആശയങ്ങൾ മനസ്സിൽ കയറി എന്നല്ല, അതിന്റെ ഒരു പ്രവർത്തകനും അതിനു വേണ്ടി അങ്ങാടികളിൽ തർക്കിച്ചും ഒക്കെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ മുജാഹിദ് പ്രസ്ഥാനം രണ്ടാകുന്നതിന് മുമ്പ് 2002 2003 രണ്ടായത്. അതിന്റെ മുന്നേ 2002. കാരണം എന്നെ പറ്റി അറിയുന്ന ഒരുവിധ ആളുകൾക്ക് അറിയാം ഞാൻ അതിന് കുറച്ചൊരു സ്ട്രോങ്ങിൽ നടന്നിരുന്ന ഒരാളാണെന്നുള്ളത്. അന്ന് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട്, ഈ പഠിക്കാനും ഇതിനൊക്കെ. കാരണം നമുക്ക് ഖുർആൻ ശരിക്കും ഓതാൻ അറിയില്ല. അപ്പൊ അതിനൊരു അവസരം കിട്ടണ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണല്ലോ. കാരണം ഈ മദ്രസ പോകാൻ കഴിയൂല. അപ്പൊ ഒഴിവ് സമയങ്ങളിൽ പോയി പഠിക്കണത് നല്ല വെച്ചാൽ അങ്ങനെ പോയി കുറെ ആൾക്കാരെ ഞാൻ ബേൽക്കൂട്ടിയും ചെയ്ത്. അപ്പൊ കുറെ കാര്യങ്ങളിൽ കുറെ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ മൗലവിനോട് ചോദിക്കാറുണ്ട് സംശയങ്ങൾ, മറുപടി തരും. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ജിന്ന് പിശാച്ച് ശൈത്താന് ഈ ഒരു വിഷയത്തില് ഞാൻ മൗലവിനോട് ചോദിച്ചു, അല്ല മൗലവി സിഹിറില്ലേ? ആ സിഹിറുണ്ട്. അപ്പൊ ചെയ്താ പറ്റുമോ? ഇതിനില്ല, അള്ളാഹു തആല ഉദ്ദേശിച്ചാ പറ്റും. അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സിഹിർ പറ്റി, അപ്പൊ നമ്മളെന്താ ചെയ്യാ? അപ്പൊ നമ്മള് ഖൈറു സർറു അള്ളാന്റെ നിന്നാണ്. അള്ളാഹ് കൊടുത്തതാർക്കും തടുക്കാൻ കഴിയൂല, തടുത്തേറ്റാർക്കും വാങ്ങാനും കഴിയൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? മുഅ്മിൻ എന്ന നിലക്ക് അള്ളാന്റെ പരീക്ഷണം സഹിച്ച് ജീവിച്ച അടങ്ങാറായി മരിച്ച അതിന് പ്രതിവിധി ഇല്ലേ? നമ്മൾ പ്രതിവിധി പറഞ്ഞപ്പോ മൂല്യാരത്തേക്ക് പോണ്ടേ? മുസ്ലിം അത് സിർക്കല്ലേ? മന്ത്രി ചോദനത് തെറ്റ്, സിർക്ക്. അല്ല വേറെ എന്തേലും മാർഗങ്ങൾ ചെയ്ത് തെറ്റ്. അങ്ങനെ വന്നപ്പം ഇത് ഒരു ശരിയായ ഒരു മറുപടി അല്ലല്ലോ ചോദിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഉസ്താദെ, ഇങ്ങനെ ഖുർആന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് ഈ സുന്നികൾ അതിനൊക്കെ കേൾക്കുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയോ? അങ്ങനെ സ്വീകരിച്ചിട്ട് ഒരാൾക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് എന്തിനാ പൈസ മുടക്കി ബോംബും ടാങ്കും ഇതൊക്കെ വാങ്ങണേ? പാകിസ്ഥാനെതിരിൽ ഒരൊറ്റ സിഹർ സ്കഡ് മിസൈലിന്റെ ആവശ്യമില്ല, ആകണ് പാകിസ്ഥാൻ ഔട്ട്. ഇത് ചെയ്താ പോരെ? അതിനാണ് നിന്നാ പോരെ? കാരണം പറ്റാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മറുപടിയാണത്.
യുക്തിപരമായ മറുപടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാണ്ട് മുജാഹിദ് പ്രസ്ഥാനം പിളരിനീന്റെ കുറച്ചു മുന്നേ, ഇത് ഗ്രൂപ്പ് യോഗാന്ന് അള്ളാണ് എനിക്കറിയില്ലെങ്കിൽ, നിലമ്പൂർ കളത്തങ്കടവ് പള്ളിയിൽ വെച്ചിട്ട്, അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, നമസ്കാര പള്ളിയാണ്, അതിന്റെ അങ്കണത്തിൽ വെച്ചിട്ട് നമ്മളൊരു മൗലവി, ഞാനും പേരെടുത്ത് ആക്ഷേപിക്കാൻ ഉദ്ദേശമില്ല, കാരണം അവരും കുറെ കാലം നമ്മൾ ബഹുമാനിച്ചിടുന്ന ആളുകളെ ഇപ്പോഴും ബഹുമാനിക്കുന്നു. പക്ഷെ ആ ക്ലാസ്സിൽ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതം എന്ന് പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം നാളെ ഇതുവരെ വെച്ചു പുലർത്തി പോന്നിരുന്ന ആശയ ആദർശങ്ങൾക്ക് എതിര് ജിന്നുണ്ട്, പിശാച്ചുണ്ട്, സിഹറുണ്ട്, ഊതലുണ്ട്, കെട്ടലുണ്ട്, മുജാഹിദ് മൗലവിന്റെ തൊള്ളിൽ കൂടെ വരിക. ഞാൻ അന്തം വിട്ട്, റബ്ബെ ഇത്രയും കാലം മുജാഹിദിന്റെ ഈ സദസ്സുകളിൽ പങ്കെടുത്തിട്ട് പള്ളിയിൽ ജുമായൊക്കെ കൂടിയിട്ട് മലയാളത്തിൽ തീരാൻ കുത്തുപെടുത്തിയിട്ട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പൊ എന്താ മൗലവി ഇങ്ങനെ പറയുന്നു? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാരനാണ് മറിച്ചും ചിന്തിച്ചു. ഇതിപ്പോ അങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ മൂളിപ്പോരാൻ പറ്റൂലല്ലോ. ഞാൻ വിശദമായി അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഖുർആനില് തെളിവുണ്ട്, ഹദീസിലും തെളിവുണ്ട്, റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചതായും തെളിവുണ്ട്, അല്ലാഹു തആല ആയത്ത് ഇറക്കിയതായും തെളിവുണ്ട്. അപ്പൊ ചോദിച്ചു ഞാൻ, എന്നാണ് ഇപ്പൊ ഈ ആയത്തും ഹദീസും ഇറങ്ങിയത്? ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം ഇത് കണ്ടില്ലേ? ഈ ആയത്തും ഹദീസും മുജാഹിദ് പ്രസ്ഥാനം കണ്ടില്ലേ? അപ്പൊ മൂപ്പര് മണിമണിയായിട്ട് ഹാറൂത്ത് മാറൂത്തിനെ അല്ലാഹു തആല സിഹർ പഠിപ്പിച്ചാൻ വേണ്ടി ദുനിയാവുക്ക് മനുഷ്യരൂപത്തിൽ ഇറക്കിയതും ഭാര്യമാരുടെ ഇടയിൽ അത് വസ്വാസ് ഉണ്ടാക്കിയതും ഒക്കെ മൂപ്പര് ചരിത്രം പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹിക്ക് വസ്വാസ് ബാധിച്ച് നമസ്കാരത്തിൽ അത് മറ്റുള്ള വെച്ച് ചെയ്തിട്ടില്ല എന്ന് തോന്നുക, ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ വസ്വാസ് വെച്ച് റസൂലുള്ളാഹി അള്ളാഹിനോട് പ്രാർത്ഥിച്ച് സുജൂദിൽ നിന്ന് 2 മലക്കുകൾ ഇറങ്ങി കാലിന്റെ ഇടയിലും തോളിലും ഇരുന്ന് എന്നിട്ട് അവർ സംസാരിച്ച് അപ്പൊ പറഞ്ഞ ലബീദ് ബിൻ അസ്അദ് എന്ന് പറഞ്ഞൊരു ജൂതനും അവന്റെ പെമ്മക്കളും കൂടിയിട്ട് റസൂലുള്ളാഹിന്റെ രോമങ്ങളും ഇതിലൊക്കെ കൂടിയിട്ട് പൂമ്പോളയിലും സിഹർ ചെയ്ത് ഇന്ന സ്ഥലത്ത് കിണറിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് വിവരണം റസൂലുള്ളാഹിക്ക് കിട്ടി. പിറ്റേന്ന് സഹാബാക്കൾ പോയി അത് പുറത്തെടുത്ത് അവർ റസൂലുള്ളാഹി പറഞ്ഞു പുറത്തെടുക്കണ്ട, അത് മൂടിക്കളയും, എനിക്കത് ഒന്നും ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് മറ്റൊരാൾക്കും ബാധിക്കണ്ട. അങ്ങനെ 11 ആയത്തിറക്കി 11 കെട്ട കെട്ടിനിന്ന് പറഞ്ഞു. 11 ആയത്തിറക്കി ആ കെട്ടുന്ന് അല്ലാഹു തആല റസൂലിനെ മോചിപ്പിച്ച് അതാണ് സിഹറിന് തെളിവെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച്, ഇന്ന് വരെ പറഞ്ഞ ആശയത്തിന് എതിരാണുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പിന്നാണ് വരുന്ന വിഷയം ഞാൻ പറയണ്ടല്ലോ. ജിന്നിന്റെ ഒക്കെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പോയൊരവസ്ഥ. സക്കരിയ സലാഹി പറഞ്ഞ് ഒരു ജിന്നിനെ ഒരാള് വൈപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ, ജിന്നിന്റെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം സഹായിക്കും? അമേരിക്കയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് മരുന്ന് ഇവിടെ എത്തിച്ചു എന്നാണ്. സുന്നിയെളുത്തരെയൊന്നും പറഞ്ഞിട്ടില്ല, 5 മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്ന് മരുന്ന് എത്തിച്ചു. ഇതൊക്കെ ജനങ്ങൾ ഇവിടെ കാണുന്ന വിഷയം, കേൾക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ അവരെ ആളുകൾ എന്നെ ഓതി പറയൽ തുടങ്ങി. റസൂലുള്ളാഹി സഹാബാക്കൾ മന്ദിരിച്ചു ഓതിയിട്ട് ആടിന്റെ പറ്റം കൊടുത്തിട്ട് ആടിന് അള്ളാന്റെ റസൂൽ ഒരു വീതം എനിക്ക് വേണം ചോദിച്ചു വാങ്ങി. അത്തരത്തോളം തെളിവുകൾ പറഞ്ഞു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തെളിവാണ്. ബുഖാരിയിലുണ്ടല്ലോ, നമ്മളിപ്പോഴാണ് കേൾക്കണത്. ബുഖാരിയിലുണ്ട്, ഞമ്മക്കറിയില്ല. അവരെന്നപ്പോ അത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഇവരെ ഇതിന്റെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഇത് അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ അവർക്ക് ഇത് മനസ്സിലായില്ല, അറബി മനസ്സിലായില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങൾ എത്രയും കാലം ഇതില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ 2003 മുന്നേ ജീവിച്ചു മരിച്ച മുജാഹിദീങ്ങൾ അവർ വിശ്വസിച്ചിരുന്നത് ഇതൊന്നുമില്ല, അതൊക്കെ മനുഷ്യനെ മുസ്ലിയാക്കന്മാര് ഇവിടെ ഓരോ ജിന്ന് ശൈത്താന് പറഞ്ഞ് ആയിരം വാങ്ങാൻ മന്ത്രിച്ചു കൂതാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ട് പൈസ ഇതാക്കാൻ വേണ്ടിയുള്ള ഓരോ പരിപാടിയാണെന്ന് അതുവരെ പ്രചരിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഇവരെന്നതിന്റെ ആൾക്കാരായി പറയുമ്പോ ഞാൻ ചോദിക്കുന്നത്, ഇത് വിശ്വസിച്ച് ജീവിച്ചു പോയ ഇവിടുത്തെ മുജാഹിദുകള് സത്യത്തിൽ അള്ളാന്റെ ഒരു കുദറത്ത് അല്ലെങ്കിൽ അള്ളാഹ് ഇറക്കിയൊരു സംഗീതം നിഷേധിച്ചു.